Hi, എല്ലാവർക്കും നമസ്കാരം and welcome back to our channel Lifestyle Beats with Harsha. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആണ് കാണാൻ പോകുന്നത്. I know ഞാൻ ഈ പ്രോഡക്റ്റിന്റെ റിവ്യൂ പറയാനായിട്ട് ഒരുപാട് താമസമായി. കാരണം ഞാൻ ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു ശരിക്കും ഇത് വാങ്ങണോ വേണ്ടയോ എന്ന് വെച്ചിട്ടും. കാരണം അത്രയും ഹൈപ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. എനിക്ക് ഇതിന്റെ ഒരു റിവ്യൂ ചെയ്യണോ വേണ്ടയോ എന്ന് ഞാൻ ഡൗട്ട്ഫുൾ ആവാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രോഡക്റ്റിന്റെ കോൺസെപ്റ്റ് തന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. കാരണം ഞാൻ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ദാറ്റ് ഈ ഒരു മേക്കപ്പ് ഐറ്റം അല്ലെങ്കിൽ ഈ ഒരു സ്കിൻ കെയർ ഐറ്റം നമുക്ക് ആവശ്യമേ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ചിങ്ങനെ ഡൗട്ട്ഫുൾ ആയിട്ടിരുന്നത് ദാറ്റ് ചെയ്യണോ വേണ്ടയോ. പക്ഷെ ഞാൻ വിചാരിച്ചു ഓക്കെ ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ, നമുക്ക് നോക്കാം. ഇത്രയും ഹൈപ്ഡ് ആണെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവണം അല്ലെ, അല്ലെങ്കിൽ ഒന്നും ഇത്രയും ഹൈപ്ഡ് ആവില്ലല്ലോ. അപ്പൊ ആ പ്രോഡക്റ്റ് ഏതാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ വീഡിയോ കണ്ടു നോക്കണം. അപ്പൊ നമുക്ക് എന്തായാലും നേരെ വീഡിയോ കണ്ടു നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ ഞാനിത് റിവ്യൂ ചെയ്യാൻ വന്ന പ്രോഡക്റ്റ് ഇതാണ്. ഇത് എന്താ എന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇത് നമ്മുടെ ലോറിയൽ പാരീസിന്റെ ക്രിസ്റ്റൽ മൈക്രോ എസൻസ് സൂതിങ് പ്ലസ് റേഡിയൻസ് റിവൈറ്റലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നമുക്ക് ഇനി ഈ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് മാത്രം നമുക്ക് സംസാരിക്കാം. ആൻഡ് ഇന്ന് പറയാൻ പോകുന്ന ഒപ്പീനിയൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞ്, അതായത് ഞാനിത് ഒരു 2 മാസമായിട്ട് യൂസ് ചെയ്യുന്നതാണ്, കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നതാണ്. ഇന്നലെ രാത്രി വരെ ഞാൻ ഈ ഒരു എസെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഇത് ഒരു എസെൻസ് ആണ്. അപ്പം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞല്ലോ, എനിക്ക് ഈ ഒരു നമ്മുടെ സ്കിൻ കെയർ ഐറ്റമിൽ ഒട്ടും യോജിച്ചു പോകാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് ഈ ഒരു എസെൻസ് എന്ന് പറയുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറയുന്നുണ്ട്. ഇനി ഇതിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഇത് ഞാൻ ഏറ്റവും കുഞ്ഞു ബോട്ടിലാണ് വാങ്ങിച്ചേക്കുന്നത്. 22 ml ബോട്ടിലാണ് വാങ്ങിച്ചേക്കുന്നത്. ഈ ഒരു കുഞ്ഞു ബോട്ടിലിന് മാത്രം 250 rupees ആണ്. സ്മോൾ സൈസ്, പിന്നെ ഇതിൽ കുറച്ചൊരു മിഡിൽ സൈസിന്റെ ഉണ്ട് ആൻഡ് ഒരു ലാർജ് സൈസിന്റെ ഉണ്ട്. ലാർജ് സൈസിന്റെ എനിക്കൊന്ന് 1000 above സംതിങ് ആണ്. ഞാൻ വിചാരിച്ചു ഓക്കെ ഈ ഒരു എസെൻസ് ആണ് എനിക്ക് ഒട്ടും യോജിച്ചു പോകാൻ പറ്റാത്തൊരു സംഭവം ആയത് കാരണം ഞാൻ എന്റെ കുഞ്ഞു പാക്കേജിങ് തന്നെ വാങ്ങിച്ചു. കാരണം ഞാൻ വിചാരിച്ചു നോക്കാം, നമുക്ക് ട്രൈ ചെയ്യാം എന്താണ് ഇതിലുള്ളത്. ട്രൈ ചെയ്തിട്ട് ഓക്കെ നമുക്ക് സൂട്ടബിൾ ആണെങ്കിൽ നമുക്ക് വലിയ സൈസ് വാങ്ങിച്ചാൽ മതിയല്ലോ. ആൻഡ് നമുക്ക് ചെറിയ സൈസ് അവൈലബിൾ ആണെങ്കിൽ എപ്പോഴും നമ്മൾ ചെറിയ സൈസ് വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്ത് നമുക്കത് സൂട്ടബിൾ ആണോ എന്ന് നോക്കിയിട്ട് മാത്രം നമ്മൾ എപ്പോഴും വലിയ സൈസ് വാങ്ങിച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ ഈ ഒരു ചെറിയ സൈസാണ് വാങ്ങിച്ചത്. ചെറിയ സൈസ് ഇങ്ങനത്തെ ഒരു സിൽവർ ക്യാപ്പിലാണ് വരുന്നത് ആൻഡ് പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഏറ്റവും വലിയ പാക്കേജിങ് എനിക്ക് തോന്നുന്നു ഗ്ലാസ് ബോട്ടിൽ, നല്ല ഫ്രോസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിലാണ് വലിയ പാക്കേജിങ് വരുന്നത്. ഇനി ഇതിന്റെ യൂസേജ് ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് 2 months ആയിട്ട്, കംപ്ലീറ്റ് 2 months ആയിട്ട് ഞാൻ യൂസ് ചെയ്യാണ്. എന്നിട്ടാണ് ഞാൻ ഇതിന്റെ റിവ്യൂ പറയുന്നത്. ഇതിന്റെ പേര് ഞാൻ പറഞ്ഞല്ലോ, റിവൈറ്റലിഫ്റ്റ് ക്രിസ്റ്റൽ മൈക്രോ എസെൻസ്. ഈ ഒരു എസെൻസ് എന്നുള്ളൊരു ഐറ്റം തന്നെ എനിക്ക് എന്തോ ഡൈജസ്റ്റ് ആവില്ല. കാരണം ഞാൻ എൻ്റെ സ്കിൻ കെയർ പ്രോഡക്ട്സ് യു ഡോണ്ട് നീഡ് എന്നുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു എസെൻസ് എന്ന് പറയുന്ന ഒരു സംഗതി നിങ്ങൾക്ക് ആവശ്യമില്ല. കാരണം ഉണ്ട്, നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ട്. റീസൺ എന്താന്ന് വെച്ചാല് ഈ ഒരു എസെൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ടോണറിനെ റിപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മോയ്സ്ചറൈസറിനെയും റിപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു എസെൻസ് എന്ന് പറയുന്നത് ഭയങ്കര വാട്ടറി ഫോമിലായിരിക്കും. ഓക്കെ, ഇതിന്റെ തന്നെ കൺസിസ്റ്റൻസി പറയാനാണെങ്കിൽ ഇതാ ഞാനിപ്പോ 3 ഡ്രോപ്പ് എടുത്തു. ഇത് ഫുള്ളും കണ്ടില്ലേ, വാട്ടറി ഒരു ഫോമിലാണ്. ഓക്കെ, ഇപ്പം ഈ ഒരു വാട്ടറി ഫോമിലുള്ള ഒരു പ്രോഡക്റ്റ് എങ്ങനെ നമുക്ക് ഒരു ടോണറിന്റെ എഫക്റ്റ് തരും? ഇത്രയും വാട്ടറി ഫോമുള്ള ഒരു പ്രോഡക്റ്റ് എങ്ങനെ നമുക്കൊരു മോയ്സ്ചറൈസറിന്റെ എഫക്റ്റ് തരും? എനിക്ക് ഒരു ലോജിക്കും അതിൽ തോന്നുന്നില്ല. ആൻഡ് നെക്സ്റ്റ് ഇത് ക്ലെയിം ചെയ്യുന്നത് ഇത് ക്രിസ്റ്റൽ ക്ലിയർ സ്കിൻ ആക്കും എന്നുള്ളതാണ്. ആൻഡ് 10 ലേയേഴ്സ് നമ്മുടെ സ്കിന്നിന്റെ ഉള്ളിൽ പെനെട്രേറ്റ് ആക്കുമെന്നും പറയുന്നുണ്ട്. അപ്പം നമ്മളൊന്ന് ആലോചിക്കേണ്ട എന്താന്ന് വെച്ചാൽ ഇത് 10 ലെയർ ഡീപ്പ് ഒക്കെ പെനിട്രേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഫോർമുല എത്രത്തോളം കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം? വാട്ട് ഇഫ് നമ്മുടെ സ്കിന്നിനെ ഇത് ഡാമേജ് ചെയ്താലോ? ആരും പറഞ്ഞ ആരെങ്കിലും കണ്ട് കേട്ടിട്ട് മാത്രം നമ്മളൊരു പ്രോഡക്റ്റ്
ടോട്ടലി നമ്മളിലോട്ട് അബ്സോർബ് ആക്കാൻ നമ്മൾ ശ്രമിക്കരുത്. കാരണം ഈ ഒരു ലോറിയൽ പാരീസിന്റെ ഈ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ആയപ്പോൾ ഒരു മാസ് ക്യാമ്പയിൻ തന്നെയായിരുന്നു. ഈ മാസ് ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ ഒരുപാട് വലിയ വലിയ യൂട്യൂബേഴ്സിന് ഇത് അവര് ആസ് PR അയച്ചു കൊടുത്തു. ഓബ്വിയസ്ലി PR ആയിട്ട് അയച്ചു കൊടുക്കുമ്പോൾ അവരൊരു ക്ലോസിലാണ്, അവരൊരു എഗ്രിമെന്റിലാണ്. യുനോ ചില ബ്രാൻഡുകൾ അവരുടേതായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ പൈസ കൊടുത്ത് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നന്നായിട്ട് ആലോചിച്ച് ചിന്തിച്ചിട്ട് വേണം ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ട്. കാരണം ഇറ്റ്സ് അബൌട്ട് അവർ സ്കിൻ. നമ്മുടെ സ്കിന്നാണ്, വേറെ ആരുടെയും സ്കിന്നല്ല. നമ്മുടെ സ്കിന്നിനെ സൂക്ഷിക്കേണ്ട നമ്മുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ആകെപ്പാടെ കിട്ടുന്ന ഒരു സ്കിന്നാണ്. അതിനെ നമ്മൾ ഫുൾ ഡാമേജ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ യൂസ് അല്ലേ? നമ്മളെ പോലെ തന്നെ നമ്മുടെ സ്കിന്നിനെയും സ്നേഹിക്കണം ശരിക്കും. ഇനി എന്റെ എക്സ്പീരിയൻസ്, ഞാൻ ഇത് ഫസ്റ്റ് വീക്ക് യൂസ് ചെയ്തു. ഫസ്റ്റ് വീക്ക് ഞാൻ ഇത് നൈറ്റ് ടൈം മാത്രം യൂസ് ചെയ്തു. ഇത് ഇവർ യൂസേജ് പറഞ്ഞേക്കുന്നത് യൂസ് ഡേ ആൻഡ് നൈറ്റ് ആഫ്റ്റർ ക്ലെൻസിങ് ആൻഡ് ബിഫോർ യുവർ മോയ്സ്ചറൈസർ ഓർ സൺസ്ക്രീൻ for 3 to 4 drops and pat gently until fully absorbed. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് രാത്രിയിൽ മാത്രം 1 വീക്ക് ട്രൈ ചെയ്തു. ഞാൻ ജസ്റ്റ് എന്റെ ഫേസ് ക്ലെൻസ് ചെയ്തു. ആൻഡ് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് പാറ്റ് ഡ്രൈ ചെയ്തിട്ട് ഈ ഒരു പ്രോഡക്റ്റ് മാത്രം യൂസ് ചെയ്ത് 3 to 4 ഡ്രോപ്സ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ജെന്റ്ലി ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്ത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും യൂസ് ചെയ്തില്ല. കാരണം ഇത് പറയുന്നത് ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റും തരുമെന്നാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. അപ്പൊ ഞാൻ 1 വീക്ക് അങ്ങനെ തന്നെ ഇട്ടു. ഇത് ഇടുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഭയങ്കര എൻ്റെ ഒരു ഓയിലി ടൈപ്പ് സ്കിന്നാണ്. ഓക്കെ, ഇത് ഇട്ട് കഴിയുമ്പോൾ എനിക്ക് കുറച്ചൊരു ഇങ്ങനെ വലിച്ചില് പോലെ കുറച്ച് ഡ്രൈനെസ് പോലെ തോന്നി. അത് കഴിഞ്ഞൊരു എനിക്ക് ഒന്ന് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്റെ ഫേസ് ഭയങ്കരമായിട്ട് ഓയിലി ആയി. പിന്നീട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാല് സെക്കൻഡ് വീക്കില് ഞാൻ സെയിം രാത്രിയിൽ തന്നെ യൂസ് ചെയ്തു. ബട്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്തു. ഞാൻ എന്താണോ എന്റെ റെഗുലർലി സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ അത് യൂസ് ചെയ്തു. എനിക്ക് വലിയ കുഴപ്പമോ വലിയ മാറ്റമോ ഒന്നും എനിക്ക് സംഭവിച്ചില്ല. അതായത് പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റവും വന്നില്ല, നെഗറ്റീവ് ആയിട്ടുള്ള മാറ്റവും എനിക്ക് കണ്ടില്ല. 3rd വീക്ക് ആയപ്പോ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാല് ഞാൻ വിചാരിച്ചു ഓക്കെ ഇവര് മോർണിംഗ് ആൻഡ് നൈറ്റ് പറയുന്നുണ്ട്, ഓക്കെ നമുക്ക് മോർണിംഗിലും കൂടെ യൂസ് ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ മോർണിംഗിലും യൂസ് ചെയ്യാൻ തുടങ്ങി. മോർണിംഗിലും സെയിം ഞാൻ എന്റെ ഫേസ് വാഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് ഇത് ജസ്റ്റ് അപ്ലൈ ചെയ്യും ആൻഡ് ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും. നൈറ്റ് ടൈമിൽ സെയിം ഇത് അപ്ലൈ ചെയ്യും ആൻഡ് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. ഓക്കെ, 3rd വീക്കില് ഞാൻ എന്റെ ഫേസില് ഈ ഒരു ഭാഗത്തായിട്ട് ബംസ് കണ്ടു. എന്റെ ഫേസ് ഓയിലി ആണെങ്കിലും ഒട്ടും അക്നെയുള്ള അല്ലെങ്കിൽ കുരു വരുന്ന ടൈപ്പ് ഒരു ഫേസ് അല്ല, ഒട്ടുമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഒരു ടീനേജ് ടൈമിൽ പോലും എനിക്ക് പിമ്പിൾ പ്രശ്നമൊന്നും വന്നിട്ടില്ല. എനിക്ക് എന്റെ പീരിയഡ്സ് ടൈമിൽ മാത്രമാണ് എനിക്ക് എന്തെങ്കിലും ഒരു ഇൻഡിക്കേഷൻ ദാറ്റ് എനിക്ക് പീരിയഡ്സ് ആവാറായി എന്നുള്ളൊരു ഇൻഡിക്കേഷൻ തരുമ്പോൾ മാത്രം എനിക്ക് അവിടെ ഇവിടെ 1-2 പിമ്പിൾ. പക്ഷെ ഞാൻ നോക്കിയത് എനിക്ക് ഇവിടെ പിമ്പിൾസ് വന്നു. ഞാൻ എന്നിട്ടും വിട്ടില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു നോക്കാം എത്രത്തോളം നമുക്ക് നമ്മുടെ സ്കിൻ ഡാമേജ് ആക്കാൻ പറ്റുമെന്ന്. ആൻഡ് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇത് നമ്മൾ ഫേസിൽ ഡാബ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഇവിടെയൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടായി. ഈ ഒരു ചീക്സിന്റെ ഈ ഒരു ഏരിയയിൽ ഭയങ്കര ഇറിറ്റേഷൻ, ഇവിടെ ഭയങ്കര ഇറിറ്റേഷൻ, നമ്മുടെ ലിപ്സിന്റെ താഴെയൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇങ്ങനെ ഇച്ചിങ് ഇറിറ്റേഷൻ നീറ്റിൽ ഒക്കെ പോലെ തന്നെ ഉണ്ടായിരുന്നു. 3rd വീക്ക് കഴിയാറായപ്പോഴത്തേക്ക് എൻ്റെ ഈ ബംസ് ഒക്കെ ഇവിടെ ഫുള്ളും വന്നു, ഇവിടെ ഫുള്ളും വന്നു, ഇവിടെ വന്നു. ഇപ്പോഴും ഞാൻ സൂം ചെയ്ത് കാണിച്ചാൽ ഇതാ എനിക്ക് ഫേസിൽ ബംസ് ഉണ്ട്. ഇവിടത്തേക്ക് ശരിക്കും പോയി എന്ന് വേണമെങ്കിലും പറയാം. ഞാൻ കാണിച്ചു എനിക്ക് ബംസ് വന്നു, പിമ്പിൾസ് വന്നു. ഇതൊക്കെ ശരിക്കും നന്നായിട്ട് ഇങ്ങനെ പസ്സുള്ള പിമ്പിൾ ആയിരുന്നു ഇത് രണ്ടും വന്നത്. 4th വീക്ക് ആയപ്പോഴത്തേക്ക് ഞാൻ നിർത്തി. ഞാൻ എന്റെ ഒരു 1 വീക്ക് ഞാൻ എന്റെ റെഗുലർ എന്തായിരുന്നു എന്റെ നോർമൽ സ്കിൻ കെയർ, വൈറ്റമിൻ സി സീറമിന്റെ സ്കിൻ കെയർ, ഞാൻ അത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്റെ ഇവിടുത്തെ പിമ്പിളൊക്കെ പെട്ടെന്ന് തന്നെ ഇരുന്ന് പോയി. എനിക്ക് ശരിക്കും ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സീറമാണ് വൈറ്റമിൻ സി സീറം അല്ലെങ്കിൽ റോസിപ്പ് സീറം. ഇത് രണ്ടും ഞാൻ കണ്ടിന്യൂസ്ലി മാറി മാറി യൂസ് ചെയ്തപ്പോൾ 1-2 എന്റെ ഫേസ് പാക്കും ഹോം റെമഡീസ് ഒക്കെ ചെയ്തപ്പോൾ ഇവിടുത്തെ ആ ഒരു ബംസ് ഒന്ന് മാറി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത് രണ്ടും പോകുന്നേ ഇല്ല. 5th വീക്ക് തുടങ്ങി ഞാൻ വീണ്ടും
ഈ ഒരു എസെൻസ് യൂസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഇന്നലെ വരെ ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാല് എനിക്കിത് ഒട്ടും സൂട്ടായില്ല. കാരണം ഒരു പ്രോഡക്റ്റും എനിക്ക് ആകെപ്പാടെ അലർജി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ലാക്മേയുടെ പീച്ച് മിൽക്ക് മോയ്സ്ചറൈസർ ആണ്. അതല്ലാണ്ട് എനിക്ക് ഒരു പ്രോഡക്റ്റും എനിക്ക് എന്റെ ഫേസിൽ റിയാക്ഷൻ കാണിക്കുകയോ അല്ലെങ്കിൽ അലർജി ആവുകയോ അങ്ങനെ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. മേ ബി എനിക്ക് സൂട്ട് ആവാത്ത പ്രോഡക്റ്റ് മേ ബി നിങ്ങൾക്ക് സൂട്ട് ആവുമായിരിക്കാം. ഇത് ജസ്റ്റ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. മാർക്കറ്റിൽ വരുന്ന എല്ലാ പ്രോഡക്റ്റും നമുക്ക് സൂട്ട് ചെയ്യണമെന്നില്ലല്ലോ അല്ലേ? പക്ഷെ ഇത്രയും ഹൈപ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരുന്നപ്പോഴാണ് ഞാൻ ഇത് യൂസ് ചെയ്തത് തന്നെ. കാരണം നമ്മൾ അറിയണമല്ലോ എന്താണ് ഇത്രയും ഒരു മാസ് രീതിയിൽ ഒരു ക്യാമ്പയിൻ ഒക്കെ നടത്തി എല്ലാവരും നല്ലത് മാത്രം പറയുന്നു. അപ്പൊ എന്നാ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ശരിക്കും ഇത് യൂസ് ചെയ്തത്. റിസൾട്ട് എന്താന്ന് വെച്ചാൽ എനിക്ക് സൂട്ട് ആയില്ല. ഇതിന്റെ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയന്റ് എന്റെ സ്കിന്നിന് മേ ബി സൂട്ട് ആവാത്തതാണെങ്കിലോ, ചിലപ്പോൾ ഞാൻ ഈ ഒരു ഇൻഗ്രീഡിയന്റ് മേ ബി ഞാൻ എന്റെ ലൈഫിൽ മേ ബി എന്റെ സ്കിന്നിൽ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പൊ പുതിയതായിട്ട് യൂസ് ചെയ്തപ്പോ മേ ബി എനിക്ക് അത് സൂട്ട് ചെയ്തില്ല എന്നായിരിക്കണം. നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ നിങ്ങൾ കുഞ്ഞു ബോട്ടിൽ ട്രൈ ചെയ്യുക. സൈസ് വേരിയൻസ് അവൈലബിൾ ആയത് കാരണം ഞാൻ പറയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് ഒരു പ്രശ്നവും വരുന്നില്ലെങ്കിൽ മാത്രം ഈ ഒരു എസെൻസ് ട്രൈ ചെയ്യുക. അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ പ്രശ്നം, സ്കിൻ ഇറിറ്റേഷൻ അല്ലെങ്കിൽ സ്കിന്നില് ബംസോ പിമ്പിൾസോ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ ഇത് ഓപ്പ് ചെയ്തേക്കുക. എന്റെ സ്കിൻ കുറച്ചൊരു ഇറിറ്റേറ്റഡ് ആയി. ആൻഡ് എനിക്ക് തോന്നുന്നു ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ആൻഡ് ആക്നി പ്രോൺ ആയിട്ടുള്ള സ്കിന്നിന് ഇത് ചിലപ്പോൾ സൂട്ട് ആവില്ല. കാരണം ഇതിൽ ഒരു ബ്യൂട്ടൈലീൻ ഗ്ലൈക്കോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ട്. ഇതില് സെൻസിറ്റീവ് സ്കിന്നിന് ഒട്ടും സൂട്ട് ആവാത്ത ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. മേ ബി അതായിരിക്കാം എനിക്ക് സൂട്ട് ആവാതിരുന്നത്. അപ്പം ഹൈലി സെൻസിറ്റീവ് ആൻഡ് സെൻസിറ്റീവ് സ്കിൻ ഉള്ള ആൾക്കാർക്ക് ഇത് ഒട്ടും സൂട്ട് ആവില്ല. ആൻഡ് ഇതിലെ രണ്ടാമത്തെ ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയാനുള്ളത് ആൽക്കഹോൾ ആണ്. ഐ അപ്രീഷിയേറ്റ് ദാറ്റ് ഇവര് ക്ലിയർലി ഇതിൽ ആൽക്കഹോൾ ഉണ്ടെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൽക്കഹോൾ ഉണ്ട് എന്ന് പറയുമ്പോ ഒബ്വിയസ്ലി നമ്മൾ ആൽക്കഹോൾ ഉള്ള പ്രോഡക്റ്റ് ഓയിലി സ്കിന്നിന് ഒട്ടും ചേരില്ല, സെൻസിറ്റീവ് സ്കിന്നിന് ചേരില്ല. പക്ഷെ എന്ത് ടൈപ്പ് ഓഫ് ആൽക്കഹോൾ ആണെന്ന് ഇവര് മെൻഷൻ ചെയ്തിട്ടില്ല. ഗുഡ് ടൈപ്പ് ഓഫ് ആൽക്കഹോളും ഉണ്ട്, ബാഡ് ടൈപ്പ് ഓഫ് ആൽക്കഹോളും ഉണ്ട്. ആൻഡ് എനിക്ക് പറയാനുള്ളത്, എനിക്ക് സൂട്ടായില്ല. നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം, ബട്ട് കുഞ്ഞു പാക്കിങ്ങിൽ മാത്രം യൂസ് ചെയ്യാം. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ചെറിയൊരു റിവ്യൂ. ഐ ഹോപ്പ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്നുള്ളത്. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ അല്ലെ? റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഗ്രേ കളർ ആക്കിക്കോളൂ. അപ്പൊ നമുക്ക് ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി, ബ്ലെസ്ഡ് ആൻഡ് ലവ് യുവർ സെൽഫ്. ബൈ.